ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടപ്രഥമന്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് അടിയാണ് എടുത്തിട്ടുള്ളത്. റൈസ് അടി തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം അല്ലാതെ അടിയാ എടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടപ്രഥമൻ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള അടിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണാക്കി മാറ്റാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഈ ഒരു ടൈപ്പ് അടയും നമുക്ക് കിട്ടും. അപ്പോൾ ഈ അട വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ ഇത് പൊതുവെ പാലട ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അടയാണ് കേട്ടോ. പാലട പ്രഥമനല്ലേ, പാലെല്ലാം ഒഴിച്ചു വെച്ചിട്ടുള്ള പായസം. ആ പായസം ഉണ്ടാക്കാനാണ് ഈ ചെറിയ അട യൂസ് ചെയ്യുക. പക്ഷെ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടൈപ്പ് അടയാണ് എടുക്കുക. ഈ ഒരു ടൈപ്പ് അട നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ഒരു സൈസിലല്ലേ ഉള്ളത്. ഇത് നമുക്ക് കുറച്ച് വലിയ ഇങ്ങനെ ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. വലിയ വലിയ കഷ്ണങ്ങളാണെങ്കിൽ എന്നാൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ അട മുഴുവൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അട 180 ഗ്രാമിന്റെ അടേന്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അത് റൈസ് അടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച അടേനെ നമുക്ക് ഈ വലിയ വലിയ പീസല്ലേ, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വലിയ വലിയ പീസിനെ മാത്രം കേട്ടോ. അപ്പോൾ എല്ലാ അടിയും ഇതുപോലെ നമുക്ക് പൊട്ടിച്ചിടാം. കൈ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചിടാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ വലിയ സൈസ് നിങ്ങൾക്ക് അട കിട്ടിയിട്ടില്ലെങ്കിൽ ആ ചെറിയ സൈസ് അട വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ മുഴുവനും ഇതുപോലെ ഒന്ന് ഈ ഒരു സൈസിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഞാൻ ആ പാക്കറ്റിലെ 180 ഗ്രാം അട ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ അടേനെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുക്കുക. ഞാനിവിടെ ഈ ഒരു ടൈപ്പ് പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെള്ളം വേണം. അട വേവാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ അട വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അടയുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അട വേവിക്കാൻ ഇടുന്ന സമയത്ത് അട തമ്മിൽ ഒട്ടിപ്പിടിക്കും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം അത്യാവശ്യമായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. നമ്മൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളം അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അട ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളത്തിൽ കിടന്നിട്ട് അട വേവണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടി ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് എന്നാലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ട് നമ്മൾ അട വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് വെന്തതിന് ശേഷം നന്നായിട്ട് അട വേവണം. വെന്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു 2-3 വെള്ളത്തിൽ ഈ അട നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നാലും നമുക്ക് ആ അടേന്റെ ഒരു പറ്റി ഉണ്ടല്ലോ, ഇങ്ങനെ പച്ച ഉള്ളത്, അത് മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഇത് അട ഇടുന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ശർക്കരപ്പനി ഉണ്ടാക്കാം. ഞാൻ അട വേവിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ശർക്കരപ്പനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് നമ്മൾ അടി എടുക്കുന്നത് വെച്ചാൽ അതിന്റെ ഇരട്ടി ശർക്കര എടുക്കുക. അതാണ് അതിന്റെ ഒരു കണക്ക് കേട്ടോ. അപ്പൊ ഞാനിവിടെ 180 ഗ്രാമാണ് അട എടുത്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ഞാനിവിടെ 400 ഗ്രാമിനെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിവിടെ കുറച്ചധികം മധുരം ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ 100 ഗ്രാമാണ് അട എടുക്കുന്നുണ്ടെങ്കിൽ 200 ഗ്രാം ശർക്കര എടുക്കുക. അതാണ് അതിന്റെ ഒരു കണക്ക് കേട്ടോ. ഇരട്ടി എടുക്കുക കേട്ടോ. അപ്പൊ മധുരം നോക്കിയിട്ട് ഓരോ ശർക്കരക്കും വ്യത്യാസം ഉണ്ടാവും മധുരം. അപ്പൊ അത് നോക്കിയിട്ട് എടുക്കുക. ഇരട്ടി ശർക്കര, അതാണ് അതിന്റെ ഒരു കണക്ക് അടപ്രഥമന്. അതാണ് തന്നെ നല്ല മധുരം ഉണ്ടാവും. മധുരം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ 400 ഗ്രാം ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുകി വരട്ടെ, അട വെന്ത് വരട്ടെ.
ഇത് രണ്ടും റെഡി ആയാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ അട വേവിക്കാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു 1/4 മണിക്കൂറോളം ആയി കേട്ടോ. അപ്പൊ നോക്കിയേ, അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല വാടി ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഞെക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ പശ പോലെ ഇതാ ആണെന്നുണ്ടോ. ഈ ഒരു പാകത്തിൽ എത്തണം കേട്ടോ. കാരണം അട വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി ശർക്കര പാനി ഒഴിച്ചാൽ പിന്നെ അങ്ങോട്ട് വെന്ത് വരൂല കേട്ടോ. ഈ പാകത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ അടേനെ ഒന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. കണ്ട ഈ വെള്ളം ഇങ്ങനെ കട്ടിയായിട്ട് കണ്ട. ഈ കട്ടിയോട് കൂടി നമ്മൾ പായസം ഉണ്ടാക്കിയാൽ പായസം വെറും ഇങ്ങനെ സ്റ്റിക്കി പോലെ ഉണ്ടാവും, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ആ കട്ടി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് നമുക്ക് ഈ അടേന ഊറ്റിയിടാം. എന്നിട്ട് അതിനുശേഷം 1-2 വെള്ളത്തിൽ, പൈപ്പ് വെള്ളത്തിൽ നമ്മളിങ്ങനെ തുറന്നു വെച്ചിട്ട് കുറച്ച് സമയം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് കഴുകുന്ന പോലെ ആക്കും, ഒരു 2 വെള്ളത്തിൽ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഈ അട നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല ഒട്ടും പശയൊന്നും ഇല്ലാണ്ട് നല്ല അടിയായിട്ട് കിട്ടും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ നമുക്ക് ഈ അടേന ഒന്ന് സ്ട്രെയിനറിലേക്ക് ഊറ്റി ഇതിന്റെ പശയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഞാനിടാ അട ഈ സ്ട്രെയിനറിലേക്ക് ഊറ്റി 1-2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. കണ്ട അട കണ്ട നല്ല ഓരോന്നോരോന്നായിട്ട് വിട്ട് വരുന്നു, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആദ്യം ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഈസിയാണ് കേട്ടോ കാര്യങ്ങൾ. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുറച്ച് ടൈം എടുക്കുന്നത്. പിന്നെ ഇതങ്ങ് പെട്ടെന്ന് റെഡി ആയി കിട്ടും. ബാക്കിയുള്ള പായസം പോലെയല്ല, ഇത് പെട്ടെന്ന് റെഡിയാവും, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കാതെ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുന്നേ ഞാനിവിടെ ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്ന് അരിച്ചിട്ട് ഒഴിച്ചു നോക്കണം. അപ്പോൾ അടപ്രഥമനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഉരുളിയെല്ലാം ഉണ്ടെങ്കിൽ ഉരുളിയിലാക്കിക്കോ തനതായ രീതിയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ആദ്യം തന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു സ്പൂണ് നെയ്യ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഊറ്റി വെച്ച അടയുണ്ടല്ലോ, അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യില് അടയിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യ് അടേന്റെ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അട നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഉരുക്കി വെച്ച ശർക്കര പാനിയാണ്. അത് നമുക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം എന്തായാലും ശർക്കരയിൽ പൊടിയുണ്ടോ. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ട് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് നന്നായിട്ട് വറ്റി കുറുകി വരണം കേട്ടോ. ശർക്കര പാനി അടയിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം, അപ്പോഴേ അടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത് പായസത്തിൻ്റെതും പോലെ തന്നെ ആദ്യം ഒന്ന് ഈ ശർക്കരയിൽ ഈ അട നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഈ അടേന്റെ കളറിലങ്ങ് മാറി അടയിൽ നന്നായിട്ട് ശർക്കര പിടിച്ചിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ശർക്കരയും അടയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതില് അടയിൽ നന്നായിട്ട് ശർക്കര പിടിച്ചിട്ടുണ്ട് കണ്ട. അടേന്റെ കളറെല്ലാം നന്നായിട്ട് മാറിയില്ലേ. അപ്പോൾ അടയിലേക്ക് നന്നായിട്ട് ശർക്കര പാനി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2-ാം പാലാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പാൽ അടവാക്കി വെക്കാം. കാരണം ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകപ്പൊടിയും ഏലക്കായപ്പൊടിയും ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഞാനിവിടെ ഏലക്കായപ്പൊടിയും ജീരകപ്പൊടിയും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച 2-ാം പാലിലേക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് നമ്മളെ പായസത്തിന്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങയുടെ പാല് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ
നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, മിൽക്ക് പൗഡറും അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടോ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നലില്ല കേട്ടാ. അപ്പോൾ ഫ്രഷ് തേങ്ങയെല്ലാം ചിരണ്ടി പാലെല്ലാം പിഴിഞ്ഞെടുക്കാൻ മടിയുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇപ്പം ഫ്രഷ് തേങ്ങയെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമെല്ലാം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ഥലത്തും ഇപ്പം ഒരു പായസം കുടിക്കണം എന്ന് തോന്നിയെങ്കിൽ നമുക്കിപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ മിൽക്ക് പൗഡറോ വെച്ചിട്ട് നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരിക്കലെങ്കിലും. നല്ല ടേസ്റ്റ് ആണ്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അട വേവേണ്ട സമയമുള്ളൂ. അത് നമ്മൾ അടിയാണെങ്കിലാണ് കുറച്ചധികം വേവേണ്ട ടൈം വേണ്ടും. മറ്റേ സാധാരണ അടിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ, 10 മിനിറ്റ് കൊണ്ട് തന്നെ മറ്റേ അട വേവും. അരിയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് എന്തായാലും വെന്ത് കിട്ടും. അപ്പം ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അടപ്രഥമന് ഇടാം, 2ാം പാല് ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, 1ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മളെ പായസം അപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച 2 തേങ്ങേന്റെ 1ാം പാലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരട്ടെ, ചെറുതായിട്ടൊന്ന് തിളക്കണം കേട്ടോ. അപ്പാട് ഞാൻ ഓഫാക്കുന്നില്ല. 1ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, അത്രയും വേണ്ടുവേ. ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു ലാസ്റ്റ് ഒരു ടിപ്പ് പോലെയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നല്ലൊരു തിള വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അടപ്രഥമൻ ഇവിടെ റെഡിയായി കണ്ട. ഇത് കുറച്ച് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കുറുകും കേട്ടോ. അപ്പൊ ആ ഒരു പാകം നോക്കിയിട്ട് വേണം നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾ ആ കറക്റ്റ് നമ്മൾ അട ഊറ്റിയെടുക്കുകയാണെങ്കിൽ അധികം ടൈറ്റ് ആയിട്ട് പോവില്ല കേട്ടോ. കണ്ട എന്താ ഭംഗിയാണ്. അപ്പൊ ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും ഉണ്ടാക്കാത്തവര് ഒന്നിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ടാണ് ഞാൻ വറുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പൊന്നും ഇതിൻ്റെ അകത്ത് ഇടാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങാക്കൊത്ത് മാത്രം ഇട്ട് കൊടുത്താലും മതി. നെയ്യിൻ്റെ അകത്ത് വറുത്തിട്ട് കൊടുക്കും. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ 1ാം പാലും ചേർത്തിട്ട് പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായസമല്ലേ, നല്ല കറക്റ്റ് തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വാങ്ങി വെക്കാം അടുപ്പത്തുനിന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പൊ പായസത്തിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈസിൽ, അടേന്റെ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ തേങ്ങാക്കൊത്തിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ പായസത്തിൽ വറുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഇങ്ങനെ പായസം ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.